കുഴലിട്ട കൂൾ ഡ്രിങ്ക്സ്. അതിനിടയ്ക്ക് എത്തിയോ? വർമ്മസാറും ലക്ഷ്മി വന്നാട്ടെ. ലേറ്റായോ പവിത്ര? എനിക്ക് സമയത്തിലൊന്നും വലിയ വിശ്വാസമില്ല സാറേ. സാറ് തന്നെ എന്റെ സംരംഭം ഉദ്ഘാടനം ചെയ്യണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒന്ന് മാറണേ, ഈ ലോഡ് അങ്ങോട്ട് കൊണ്ടുപോക്കോട്ടെ. മഹാലക്ഷ്മി മനസ്സിൽ വിചാരിച്ച് സാറങ്ങോട്ട് വെട്ടിയാട്ടെ. പിള്ള എന്താ അങ്ങോട്ട് പോകത്തത്? അങ്ങോട്ട് പോയാൽ ഞാൻ അകത്താവും. അല്ല, അകത്ത് ഭയങ്കര ചൂടല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം. സാറിന് വല്ല ജ്യൂസോ സ്ക്വാഷോ ഒക്കെ കൊടുത്ത് നല്ലവണ്ണം റിലാക്സ് ചെയ്യും. എന്നിട്ട് മതി നമ്മുടെ ഡെപ്പോസിറ്റിന്റെ കാര്യമൊക്കെ സംസാരിക്കാൻ. വന്നാട്ടെ. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ? നല്ല ആൾക്കാരാ. എന്റെ അമ്മോ, കാര്യങ്ങളൊക്കെ കാലേ കുട്ടി വന്ന് മംഗളമാക്കി തരേണ്ട നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നത്? ഇതാരാ? ഞാൻ കമലഹാസനൻ. കമലഹാസനോ? കമലഹാസനല്ല, കമലഹാസനൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇന്നാള് പേർഷ്യായി എന്ന് വന്ന കമലഹാസനൻ മുതലാളി, ഞാൻ മുതലാളി അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഈ കരക്കാർക്ക് മുഴുവൻ മുതലാളിയോട് ഭയങ്കര അസൂയ. അവര് പറയുന്നത് കേട്ടപ്പോ മുതലാളി ഇത്രയും സുന്ദരനാണെന്ന് ഞാൻ വിചാരിച്ചു. എടാ, മുതലാളിക്ക് ഒരു കസേര. വേണ്ട വേണ്ട, മുതലാളിക്ക് എന്നോട് എന്താ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചറിയാനില്ല. നിനക്കെന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദ്യം കമല. അല്ല, ഇദ്ദേഹത്തെ പോലൊരു ജെന്റിൽമാനോട്. അല്ല, ഈ മഹാലക്ഷ്മി നമ്മയുടെ പേരാണോ? ഇത്രേ ഉള്ളൂ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ദേവതയല്ലേ, അതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന് ബാങ്കിന് പേരിട്ടത്. പിന്നെ എത്ര രൂപയാ മുതലാളി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 1.5 ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. 1.5 ലക്ഷം രൂപയോ? കമലൻ 1.5 ലക്ഷം രൂപയാ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവനെ ഈ കരക്കാരുടെ അഭിമാനമാ, കണ്ടു പഠിക്ക്. മുതലാളി, SP സാർ വിളിക്കുന്നു. നിങ്ങൾ കാശുമായിട്ട് കൗണ്ടറിലോട്ട് ചെല്ലും, ഞാൻ ഇപ്പൊ വരാം. അമ്മു, കമലഹാസനൻ സാർ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കിക്കോളാം കേട്ടോ. ധനലക്ഷ്മി ബാങ്കിന്റെ ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് ഇവക്കൊരു ട്രാൻസ്ഫർ റെഡിയാക്കിയിട്ടുണ്ട്. 2-3 ദിവസത്തിനകം ജോയിൻ ചെയ്യും. മഹാലക്ഷ്മി ഇപ്പോഴും നിന്നെ തന്നെ കെട്ടുമെന്ന് പിടിവാശി തന്നെയാണ് നിൽക്കുന്നത്. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ടെന്ന് എനിക്കറിയാം. അതല്ലേ അവളുടെ പേരിൽ തന്നെ ഈ ബാങ്ക് തുടങ്ങിയത്. ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. കല്യാണം ഉടനെ നടത്താൻ തനിക്ക് പ്രത്യേകിച്ച് അസൗകര്യമൊന്നുമില്ലല്ലോ. എന്താ പവിയേട്ടനൊന്നും മിണ്ടാത്തത്? ഞാനിപ്പോഴും സാറ് പറഞ്ഞ ഷോക്കിന്ന് എനിക്ക് പ്രത്യേകിച്ച് അസൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ കുടുംബക്കാരുമായിട്ട് കൂടി ആലോചിച്ച് ഒരു മുഹൂർത്തം ഫിക്സ് ചെയ്ത് ഞാനിങ്ങോട്ട് വരാം. ഈ നാടൊന്ന് ഇളകണം. അത്രയ്ക്ക് ഗംഭീരമായിട്ട് നമുക്ക് ഈ കല്യാണം നടത്തണം. അച്ഛൻ ഇവിടെ കാശ് മണി രസിച്ചോണ്ടിരുന്നോ? ആ പവിത്രൻ SP വർമ്മയുടെ മോളെ കെട്ടാൻ പോവാ. അവനെ വെച്ചോണ്ടിരിക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇനി അവനെ പിടിച്ചാ കിട്ടുവോ? ഒരു മണ്ണാങ്കട്ടയില്ല. ഒന്നും കാണാതെ ഞാൻ അവനെ ബാങ്ക് വിട്ടുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ? നാട്ടുകാരുടെ കാശ് അവിടെ അങ്ങോട്ട് കുമിഞ്ഞു കൂടട്ടെ. ഓരോ സ്കോച്ച് പൊട്ടിക്കുമ്പോഴും കല്യാണപ്രായമെത്തിയ ഒരു കന്യകൻ എന്ന നിലയിൽ ചേട്ടനിൽ നിന്നും ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്. സൽസ്വഭാവിയും സൂക്ഷിച്ചു നോക്കിയാൽ സുമുഖനുമായ ചെറുപ്പക്കാരനെ പണ്ട് മുതലേ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ ഒരു ലക്ഷബ്രഹ്മ തിരിച്ചു വരുന്നു. തദ്വസരത്തിൽ പെൺകുട്ടിയുടെ അച്ഛനുമായി ഇതുപോലൊരു ചെറുതോണിയിൽ ഇളങ്കാറ്റേറ്റ് ലഹരി നുണഞ്ഞിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്നും ആ സുമുഖനായ ചെറുപ്പക്കാരൻ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുക? തൊട്ട് നക്കാൻ കുറച്ച് അച്ചാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ലേ? കുടി കുടി കുടി, മുടിഞ്ഞ കുടി മാത്രം. എന്നെ പോലെ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളെ കെട്ടാൻ അമ്മൂനെ പോലെ സുന്ദരിയും സുശീലമായ ഒരു പെൺകുട്ടി തന്നെ വേണം എന്ന പ്രപഞ്ച സത്യം ഇനിയും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അമ്മൂനെ കെട്ടിച്ചു തരണം. തരില്ലേ മാമ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. എന്തോ ആലോചിച്ചോണ്ടേ പറയുന്നത്? കമലിനെ പോലൊരു വലിയ പ്രശ്നക്കാരനെ അങ്ങോട്ട് ആലോചിച്ചല്ലായിരുന്നു നമ്മുടെ തെറ്റ്. അവൻ ഇങ്ങോട്ട് ആലോചിച്ച് വന്നപ്പോ നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാത്ത എന്താണ്? എനിക്കതിപ്പോ അറിയണം. നിക്കടേ, നിനക്ക് കല്യാണം വേണ്ടാത്ത കാര്യം എന്താ പറയടേ? എനിക്കൊരാളെ ഇഷ്ടമാണ്. നിനക്ക് പ്രേമമോ? മുട്ടോളം വെള്ളം തീർത്തി കെട്ടുവെള്ളം കെട്ടി കൊന്നുകളയും ഞാൻ നിന്നെ. അവനെ കുടുംബത്തിലെ മാനക്കെട്ടൊക്കെ നടക്കുന്നു. നിന്നെ അജയനെ മരിച്ചിട്ടുള്ളൂ. ഞാനിവിടെ കല്ല് പോലെ ജീവിച്ചിരിപ്പുണ്ട്. പറയണേ, ആരാവൻ? ഏതെമ്പോക്കിയാലും അവൻ നാളത്തെ സൂര്യോദയം കാണില്ല. ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തിലാന്നേ ഉള്ളൂ, തുറന്നു പറഞ്ഞിട്ടില്ല.
അച്ഛനോട് ഞാൻ എല്ലാം പറയാം. എനിക്ക് കുറച്ച് സമയം വേണം. അതല്ല, എനിക്കിഷ്ടമില്ലാത്ത കെട്ട് നടത്താനാണ് അച്ഛന്റെ തീരുമാനമെങ്കിൽ വല്ല കായലും ചാടി ഞാൻ. വർമ്മ സാറിന്റെ മോളെ കല്യാണം കഴിച്ചാ പിന്നെ ഞാൻ ആരാന്നാ നിന്റെ വിചാരം? തൃപ്പൂണിത്തുറയിലെ 3-4 മണിമാളികൾ, 10,000 രൂപ വാടക കിട്ടുന്ന മട്ടാഞ്ചേരിയിലെ പാണ്ഡികശാലകൾ, ബാങ്കിനകത്ത് കുമിഞ്ഞു കിടക്കുന്ന ലക്ഷക്കണക്കിന് രൂപ, ഇതൊക്കെ എന്നെ സ്വന്തമാകാൻ പോവാ. അപ്പൊ വർമ്മ സാറിന്റെ മോള് സ്വന്തമാവില്ലേ? അത് പറഞ്ഞില്ല. കല്യാണമല്ലേ, അതും കൂടെ പോരും. അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ ആരുമില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞവനാ ഞാൻ. ഇപ്പോഴാ ഒരു നിലയും വിലയൊക്കെണ്ടായത്. ഞാൻ ഈ കരയിൽ മാത്രമല്ല, ഈ കരയും കടന്ന് കടലും കടന്ന് ഈ ലോകം തന്നെ കച്ചവടശാലയാക്കുന്ന ഒരു വലിയ വ്യാപാരിയായിട്ട് മാറും. അമ്മോ, അമ്മോ, രാത്രി അതറിഞ്ഞില്ല. ഇവളിത് എവിടെ പോയി? അമ്മോ, അമ്മോ, എനിക്കും നിനക്കും കല്യാണം. എന്തുവാ? അമ്മുനെ കാണുന്നില്ല. അപ്പൊ കല്യാണക്കാരും പറഞ്ഞില്ലേ? ആ, അതൊക്കെ പറഞ്ഞു. അവള് വല്ല കടുങ്കൈ ചെയ്തേക്കൊന്നാ എന്റെ പേടി. ഈശ്വരാ, വരികയാണോ കൂടെ? അമ്മോ, 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 അമ്മോ. കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ കണ്ടീഷൻ എന്റെ അച്ഛന് പറ്റിയ മരുമോൻ തന്നെ. പവിയേട്ടാ, പവിയേട്ടാ, എന്തൊരു ഉറക്ക ഇത്? പവിയേട്ടാ, അച്ഛൻ എണീക്കണതിന് മുമ്പ് തിരിച്ച് ചെല്ലുകയും വേണമല്ലോ. നീ എന്താ ഇവിടെ? ഒരു കാര്യം പറയാൻ വന്നതാ. ഈ പാതിരായ്ക്ക് എന്ത് കാര്യം പറയാൻ? മണി 9 ആയിട്ടുള്ളൂ. കഥക് തുറക്കു പവിയേട്ടാ. എന്ത് കാര്യാലും നാളെ പറയാം. ഒടുക്കത്തെ തലവേദന. ഇതൊരു അത്യാവശ്യ കാര്യാ. എന്താ അത്യാവശ്യം? വല്ല ഗോളും പറയുന്ന കാര്യമാണോ? പവിയേട്ടൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാ. അതെന്ത് കാര്യ? ഒരു കാര്യം ചെയ്യ്, നീ അകത്ത് പോയി ഒരു കാപ്പി എടുത്തിട്ടോ. അയ്യോ, അതിനുള്ള സമയമൊന്നുമില്ല. അച്ഛനറിയാതെ ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പോണം. ഓ, എനിക്കിപ്പോ ഒരു കാപ്പി തിളപ്പിച്ചെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ എന്ത് പറയാനാ? പറഞ്ഞാ തന്നെ ഞാൻ പറഞ്ഞോളാം. അവിടെ അടുക്കള ചെല്. ഇവിടെ ആകെ അലങ്കോലായിട്ട് കിടക്കാണല്ലോ. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ? കുറച്ചു ദിവസം കഴിയട്ടെ. ഇനിയിപ്പോ ഇവിടെ ഒരു അടുക്കൻ ചിട്ടയൊക്കെ വരാൻ പോവാ. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. പറയാൻ പോണ എന്താന്ന് എനിക്കറിയാം. അത് ശരി. ഞാൻ ഈ കരയിൽ ചന്ദ്രനോടല്ലാതെ വേറെ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടുനടന്ന കാര്യം നീ അറിഞ്ഞു കളഞ്ഞു. ആ, എന്നായാലും നീ അറിയാനുള്ളതല്ലേ. ഞാൻ ഈ ഷർട്ടൊന്ന് മാറ്റിയിട്ട് ഒന്ന് എല്ലാം വിശദമായിട്ട് പറയാം. അമ്മൂനെ കാണാനില്ലെങ്കിൽ റേപ്പിട്ടേ നോക്കണ്ട. ഞങ്ങൾ ഈ ചുറ്റിക്കളിയൊക്കെ കാണാൻ തുടങ്ങിട്ട് കുറെ നാളായില്ലേ. ഒരു മാന്യനെ കല്യാണം കഴിച്ച് മര്യാദക്ക് കഴിയേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പവിത്ര മുതലാളി, പവിത്ര മുതലാളി. എന്തുവാ? അതെ, അമ്മ ഇവിടെ വന്നിരുന്നോ? നീ അച്ഛന്റെ മാനം കളഞ്ഞല്ലോടി. എന്താ ഭായി, എന്താ കാര്യം? ഭായിയല്ല, എന്താ കാര്യം എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരണം അല്ലേ? ഇതെന്താ എല്ലാവരും കൂടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ന് തുടങ്ങി നിന്റെ ഏർപ്പാട്? ഓ, ഇതായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഏർപ്പാട് ഇവിടെ നടന്നിട്ടില്ല. ഈ കൊച്ചു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും സത്യം മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. അമ്മ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് അമ്മുവിന്റെ ഇവിടുത്തെ ആദ്യ രാത്രിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ ആദ്യ രാത്രിയല്ല, ഐ മീൻ ഫസ്റ്റ് നൈറ്റ്. നീ അങ്ങനെ കരക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കാന്ന് വിചാരിക്കണ്ട. ഇവിടെ കണ്ടിട്ടല്ലേ നീ ഇവളുടെ ആങ്ങളുടെ പേരും വെച്ച് ഫാക്ടറി തുടങ്ങിയത്? ഇവിടെ വെച്ചല്ലേ നീ ഇവിടെ സമരം നടത്തിച്ചതും അത് ഒത്തുതീർപ്പാക്കിയതും? അയ്യോ ഭായി, അത് ഞങ്ങൾ ഇത്രയും കാലം നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഞാൻ പറയുന്ന നീ ഒന്നും പറയണ്ട. ഇതൊരു പെണ്ണിന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. അയ്യോ, അതിന് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ട് ഒന്ന് കൂടെ പൊറപ്പിക്കണം. അല്ലാതെ ഈ ഏർപ്പാട് ഇവിടെ നടക്കത്തില്ല. അല്ല, അതല്ല ഞാൻ പോരുത്. കൈയോടെ പിടികൂടിയിട്ട് പിന്നെ ഈ വാദം പറയാൻ വരുന്നോ? അനുജപ്പ, ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ. കണ്ടതിൽ കൂടുതൽ എന്തോ കേൾക്കാനാ? എന്റെ പൊന്നോ, അദ്ദേഹത്തിന് പറയാനൊരു അവസരം കൊടുക്കുന്നേ. പറയാനുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്.
ഇപ്പൊ ബോധ്യായില്ലേ ഗോവിന്ദേട്ടാ? നമുക്ക് നാളെ കാലത്ത് തന്നെ ഈ കല്യാണം നടത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ മോക്ക ചീത്ത പേര്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. നിങ്ങൾക്ക് എന്താ അതിൽ കാര്യം? ഇത് അജയന്റെ പെങ്ങളുടെ പ്രശ്നമാണ്, ഈ കരയുടെ അഭിമാന പ്രശ്നം. കെട്ട് കഴിഞ്ഞല്ലാതെ ഇവനെ നീ അനങ്ങാൻ സമ്മതിക്കരുത്. വിളിച്ചിറക്കട കരക്കാരെ മുഴുവൻ.